പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഫ്രാക്ഷൻ്റെ ഭിന്നസംഖ്യയുടെ കുറയ്ക്കൽ സബ്ട്രാക്ഷൻ എങ്ങനെയെന്നുള്ളതാണ്. ഈ കൂട്ടൽ പഠിച്ച ഒരാൾക്ക് കുറയ്ക്കൽ എളുപ്പമാണ്. ആ കൂട്ടണം എന്നുള്ളിടത്ത് ആഡ് ചെയ്യുന്നിടത്ത് മൈനസ് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. വേറെ ഒരു മാറ്റവും ഇല്ല, ഏറ്റവും എളുപ്പമാണ്. കൂട്ടാൻ പഠിച്ചവർക്ക് ഏറ്റവും എളുപ്പമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 3/4 മൈനസ് 1/4. ഈ 3 ഇവിടെ ഡിനോമിനേറ്റർ ഈക്വലാണ്, ഛേദം തുല്യ. അപ്പോൾ നമ്മൾ അതേ ഛേദം ഇടുക. ഛേദം തുല്യാണെങ്കിൽ അതേ ഛേദം ഇടുക. എന്നിട്ട് 3 മേലെയാണ്. നേരത്തെ നമ്മൾ കൂട്ടുമ്പോൾ 3ഉം 1ഉം കൂട്ടി 4. അതിന് പകരം 3ൽ 1 കുറയ്ക്കുക. കൂട്ടുന്നതിന് പകരം കുറയ്ക്കുക, വേറെ ഒരു വ്യത്യാസവും ഇല്ല. 3ൽ 1 കുറച്ചാൽ 2. വേറെ ഇവിടെ പ്രശ്നം 2/4 നമുക്ക് ഒന്നുകൂടി ചെറുതാക്കാം. 2ലും 4ലും 2 പോവും. അപ്പോൾ 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1. 2ന് എത്ര 2? 1. 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2. 4ന് എത്ര 2 ഉണ്ട്? 2. അപ്പം 2/4 ഈക്വലാണ് ഇത് 1/2. അപ്പോൾ ഏറ്റവും ചെറിയ ഫോമിലേക്ക് നമ്മൾ മാറ്റിയിടണം. അപ്പോൾ ഇവിടെ ആൻസർ 1/2. ഇവിടെ ഇത് മുക്കാലാണ്. മുക്കാലിൽ നിന്ന് 1/4 കുറച്ചാൽ അര. ശരിയല്ലേ? ഇനി അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ, അതേപോലെ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. ഇതാ ഇവിടെ ഡിനോമിനേറ്റർ ഈക്വലാണ്. അപ്പോൾ 6. അതേ ഡിനോമിനേറ്റർ, ഈ ഛേദം ഡിനോമിനേറ്റർ കൂട്ടാൻ പാടില്ല, കുറയ്ക്കാനും പാടില്ല. അതെന്നെ എഴുതുക. കാരണം 6ൽ 5ൽ നിന്ന് 6ൽ 3 ഭാഗം കുറച്ചാൽ ബാക്കി 6ൽ എത്ര ഭാഗം ഉണ്ടാവും? 2 ഭാഗം ഉണ്ടാവും. 6ൽ 5 ഭാഗത്തിൽ നിന്ന് 6ൽ 3 ഭാഗം കുറച്ചാൽ ബാക്കി 6ൽ 2 ഭാഗമല്ലേ? അപ്പൊ 6 ഇത് രണ്ടും കൂട്ടാൻ പാടില്ല. 6 5ന്ന് 3 കുറയ്ക്കുക 2. ഇവിടെയും 2ലും 6ലും പോണ ഒരു സംഖ്യ ഉണ്ട്, 2 പോവും. 2ന് 6ന് 2ന്റെ ഗുണിതാ. അപ്പൊ 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1, 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അംശത്തെ ഏത് സംഖ്യ കൊണ്ട് ഹരിക്കുന്നുണ്ടോ അതേ സംഖ്യ കൊണ്ട് തന്നെ ഛേദത്തെയും ഹരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ആവുള്ളൂ. അപ്പൊ 6ൽ 2 ഭാഗം എന്ന് പറഞ്ഞാലും 3ൽ 1 ഭാഗം എന്ന് പറഞ്ഞാലും തുല്യാണ്. നമ്മൾ വരച്ചു നോക്കിയാൽ നമുക്ക് അറിയാം. 6ൽ 2 ഭാഗം എടുക്കുക, എന്നിട്ട് അത് 3, അതിനെ 3ൽ 1 ഭാഗവും എടുക്കുന്ന ഒരേ ഒരു റൗണ്ട് വൃത്തമൊക്കെ വരച്ചിട്ട് 3ൽ 1 ഭാഗം എടുക്കുക. അപ്പോൾ 6ൽ 2 ഭാഗം 3ൽ 1 ഭാഗം തുല്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതേപോലെ വരുന്ന കണക്ക് ഇവിടെ ആദ്യം നമ്മൾ ഇതിനെ മാറ്റി എഴുതണം. 1 2 2, 2ഉം 1ഉം കൂട്ടുക 3. ഇത് അറിയണം എല്ലാവരും. ഇനിയും അറിയാത്തവരുണ്ടാവരുത്. 1 2 2 ഗുണിക്കുക, എന്നിട്ട് ഈ 1 മേലുള്ള കൂട്ടുക, 3 കിട്ടി. ബൈ ഛേദം ഡിനോമിനേറ്റർ ഇവിടെ ഉള്ള അതേ ഡിനോമിനേറ്റർ 2. ഇതിന് ഇങ്ങോട്ട് മാറ്റാനാണ്. 3ൽ എത്ര 2 ഉണ്ട്? 1 2. ബാക്കി എത്ര? 2 കഴിഞ്ഞാൽ ബാക്കി എത്ര? 1. അപ്പോൾ 1 1 ബൈ ഛേദം അതിൻ്റെ 2. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ അറിയണം. വീണ്ടും പറയാണ്, ഇത് 1 4 4, 4ഉം 1. ഈ 1 കൂട്ടാൻ പലരും മറക്കുന്നുണ്ട്. ഇപ്പം ചെയ്ത് അയച്ചത് വളരെ കുറച്ച് പേരെ അയച്ചത്, അതും മറക്കുന്നുണ്ട്. 1 4 4, 4ഉം 1ഉം 5 മൈനസ് ആണേ. 5/4. നമ്മൾ നേരത്തെ പ്ലസ് ഇട്ട സ്ഥാനത്ത് മൈനസ് ഇടണം, വേറെ ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇനി നമ്മൾ ഇത് അടുത്ത സ്റ്റെപ്പ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്റർ ഈക്വൽ അല്ല, തുല്യമല്ല, ഛേദം വ്യത്യാസം. അപ്പൊ എന്ത് ചെയ്യണം? ഈ 4 എടുത്ത് ഇവിടെ ഗുണിക്കുക. ഈ 4 എടുത്തിട്ട് ഇവിടെ ഗുണിക്കുക, ഛേദം ഈക്വൽ ആക്കാൻ വേണ്ടി. ഇത് ചെയ്യുന്നത് ഛേദം തുല്യാക്കണം. ഛേദം തുല്യാക്കാതെ ഒരിക്കലും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഭിന്നസംഖ്യകൾ കുറയ്ക്കാനോ കൂട്ടാനോ കഴിയില്ല. അപ്പൊ ഛേദം തുല്യാക്കണം. അപ്പൊ ഈ 2 എടുത്തിട്ട് ഇവിടെ ഗുണിക്കുക. നേരത്തെ കൂട്ടുമ്പോൾ ചെയ്ത് അതേമാതിരി ഈ 4 എടുത്ത് ഇവിടെ ഗുണിക്കുക, ഈ 2 എടുത്ത് ഇവിടെ ഗുണിക്കുക. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? 3 4 12/2 4 8 മൈനസ് 5 2 10/4 2 8. ഇപ്പൊ ഇവിടെ 8 ഛേദം തുല്യായി. ഇനി നമുക്ക് കുറയ്ക്കാം. 12ന്ന് 10 കുറച്ചാൽ എത്ര? 2 ബൈ ഛേദം കുറയ്ക്കാൻ പാടില്ല, ഛേദം അതന്നെ 2/8. ഇതിനെ ചെറുതാക്കുക. 2ലും 8ലും പോണ സംഖ്യ 2 പോലെ. 2ൽ എത്ര 2 ഉണ്ട്? 1. 8ൽ എത്ര 2 ഉണ്ട്? 4. കണ്ടോ? 1/2ന്ന് 1/4 കുറച്ചാൽ ബാക്കി 4 കിട്ടും. ഇതേപോലെ അടുത്ത കണക്ക് ഇതും ഇതേപോലെ നോക്കി. 8 4 വ്യത്യസ്ത ഛേദങ്ങളാണ്, ഡിനോമിനേറ്ററാണ്. അപ്പൊ ഈ 4 എടുത്ത് ഇവിടെ ഗുണിക്കും, ഇവിടെ ഗുണിക്കണം. ഈ 8 എടുത്ത് ഇവിടെ രണ്ടും ഗുണിക്കുക. ഇനി നോക്കുക. 7 4 28/4 8 32 മൈനസ് 3 8 24/8
8 4 32. 28 4 കുറച്ചാൽ എത്ര? 4/32 അല്ലേ? ഇനി 4/32 ശ്രദ്ധിക്കണേ, 4ലും 32ലും പോണ സംഖ്യ ഏറ്റവും വലിയ സംഖ്യ എടുത്താൽ പെട്ടെന്ന് ചെറുതാക്കാം. ഇവിടെ 4ന്റെ ഗുണിതാണ് 32. അപ്പൊ 4ലും 32ലും 4 പോവും. അപ്പൊ 4 1 4 4 32 8 4. അപ്പൊ 1/8. അടുത്തൊരു പ്രോബ്ലം നോക്കി നിങ്ങള്. ഇതിന് ആദ്യം ഭിന്നം മാറ്റി എഴുതണം. 2 5 10 10 1 13/5 മൈനസ് 1 6 6 1 7/6. ഇതും വ്യത്യസ്ത ഛേദങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ 6 എടുത്ത് ഇവിടെ ഗുണിക്കുക, ഈ 5 എടുത്തിട്ട് ഇവിടെ ഗുണിക്കുക. 6 13 6 10 60 6 3 18 78/5 6 30 മൈനസ് 7 5 35/6 5 30. ഇനി നമ്മൾ 78 35 കുറയ്ക്കുക. അപ്പം 35 35 70 അല്ലേ? 35 8 43 വരും. 43 43 35 78. ഓക്കെ, 43/30 വരും. ഇത് 43/30 പറഞ്ഞാൽ 1നേക്കാൾ വലുതാ. 43ൽ എത്ര 30 ഉണ്ട്? 1. ബാക്കി എത്ര? 13/30. ഒരു 30 30 കഴിഞ്ഞാൽ ബാക്കി 43ക്ക് 13. അപ്പോൾ 1/13/30. അപ്പോൾ കൂട്ടൽ പഠിച്ച ആൾക്ക് കുറയ്ക്കാൻ എളുപ്പമാണ്. കൂട്ടണമെന്ന സ്ഥാനത്ത് കുറച്ചാൽ മതി. ഛേദം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഛേദം വ്യത്യസ്തമാണെങ്കിൽ ആദ്യം ഛേദം ഒന്നാക്കണം. ഓക്കെ, ഇനി ഇതുപോലത്തെ ഒരു 5 പ്രവർത്തനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്ത് അയച്ചു തരാം.